ഹലോ, വെൽക്കം ടു അവർ 11th ഡേ ഓഫ് ഡെയിലി ബ്ലോഗ്. 11 ദിവസമായി. അപ്പോൾ ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ആയിരുന്നു. നമ്മൾ കംഫോർട്ട് സെന്ററിൽ പോയതും ഷോപ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എന്താ വാങ്ങിച്ചതെന്നോ എന്തൊക്കെയാ വാങ്ങിച്ചതെന്നോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതെന്തൊക്കെയാണെന്നും എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങിന്റെയും ബാക്കി കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം ഇന്നലെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകുന്ന ഓർത്തിട്ടാണ് നമ്മളത് അവിടെ വെച്ച് കട്ട് ചെയ്തത്. സോ ഇന്ന് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പൊ വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇന്ന് ചോറുണ്ടാക്കും. സോ നമ്മൾ ആദ്യം അരി കഴുകണം. അപ്പൊ നമ്മൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അരിയെടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. കത്തുന്ന പറയാം. കത്തുന്ന എനിക്ക് പൂത്തിരി കിട്ടിയൊന്നുമില്ല. വളരെ വലിയ ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ടോണി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരുമിച്ച് കൊടുത്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്നലെ കഴിച്ചതന്നെ ബിരിയാണി ഉണ്ട്, കക്കയിറച്ചി ഉണ്ട്, പിന്നെ ചായ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഉച്ചയ്ക്ക് 1 മണിക്കാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരുമിച്ച്. അപ്പൊ ഇത് ബ്രഞ്ചാണ്, ബ്രഞ്ച്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ന്യൂ ബാലൻസിന്റെ ഷൂസ്. ന്യൂ ബാലൻസ് 96. നമ്മളത് സാധിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് നമ്മുടെ പുതിയ റൈബാൻഡ് മെറ്റാഗ്ലാസ്, റൈബാൻ വേഫെയർ ജെൻ 2. അപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാണ്. പുതിയ റൈബാൻ മെറ്റാഗ്ലാസ്. അപ്പൊ ഇത് വരുന്നത് ഇതിന്റെ ചാർജിങ് കേസോട് കൂടിയിട്ടാണ്. അപ്പം ഇതിന്റെ അകത്ത് ചാർജ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഓൺ ചെയ്യേണ്ടത് ഇതിന്റെ അകത്ത് ഒരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് മാറ്റി കഴിയുമ്പോഴേക്കും ഇത് ഓൺ ആവുന്നതാണ്. ഇവിടെ വിയർ ഡിറ്റക്ഷൻ സെൻസർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ക്യാമറ റെക്കോർഡ് ആകുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നതാണ്. പുതിയ റൈബാൻ മെറ്റാഗ്ലാസ്. ഇതാണ് നമ്മുടെ ടിങ്കു. പിന്നെ നമ്മൾ ഇന്നലെ 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അതൊരു ഡ്രസ്സാണ്, ഇത് നമ്മുടെ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ സൂപ്പർ മാരിയോ ബ്ലൂ ടീഷർട്ട്. അങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരു കളർഫുൾ ആയിട്ടല്ലേ. ഇതാണ് നമ്മൾ നെക്സ്റ്റ് എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു പിങ്ക്, ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ഷർട്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ, ഇത് ഇടുന്ന വീഡിയോ ഞാൻ ഇന്നലെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാതെ പോയി കാണണേ. പാട്ടേക്കാം, വീഡിയോ എടുക്കാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ഇത് വെച്ചുള്ള വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ലോങ് പ്രസ് ചെയ്തതിൽ വീഡിയോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. സോ എന്റെ കൈയൊക്കെ ഇപ്പൊ എന്റെ വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, ബിബിൻ. അപ്പം ആദ്യം നമുക്ക് അവനെ പോയി പിക്ക് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ അവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഇവിടുത്തെ റോഡൊക്കെ ശരിക്കും കാണിച്ചു തരാമെന്ന്. ഇപ്പൊ നമ്മൾ നമ്മുടെ മെറ്റയുടെ റൈബാൻ ഗ്ലാസ്സിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ബിബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവർക്ക് വീടിന് കാർ പോർച്ചോ മിറ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില വീടുകൾക്ക് അതുണ്ട് താനും. സോ നമ്മൾ ഇവിടെ റോഡ് സൈഡ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ്, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വരുന്നതാണ് നമ്മുടെ ബിപിൻ ഭായ്. ബിപിൻ ഭായ് വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആള് ഫോട്ടോ എടുക്കാൻ മറന്നു പോയെന്ന് തോന്നുന്നു. വരുന്നു.
ആ ഫോട്ടോ എടുക്കുന്നല്ലേ പറഞ്ഞില്ലായിരുന്നു ഞാൻ. നീ മറന്നുപോയാ? അത് ഇന്നലെ ആ അത് വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോ എടുക്കണമെന്നല്ലേ പറഞ്ഞ? വീട്ടിലല്ല, നമ്മള് പുറത്തു പോട്ടെ ഫോട്ടോ എടുക്കണേ. എവിടേക്ക് പോണേ? ഒരു കോൾ അതെ ഇന്റർനാഷണൽ കോൾ. ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എല്ലാ സാധനം മേടിച്ച് നശിപ്പിച്ചിട്ട് കുറ്റം മറ്റുള്ളവർക്ക് തലയിടും. എല്ലാ കാര്യത്തും അങ്ങനെ തന്നെയാ. അവനോ ചെയ്യടാ പറ്റില്ലല്ലോ, മെനക്കെടാൻ പറ്റില്ലല്ലോ, അത്ര അവിടെ പോയി പൈസ അടയ്ക്കണം, പെട്രോളൊക്കെ അടിച്ചു. സോ നമ്മൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കൗണ്ടറിൽ പോയിട്ട് നേരെ പൈസ കൊടുക്കണം. ഇവിടെ ആളുണ്ട്. നമ്പർ ടിൽ നമ്പർ 11 അടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ പോകണം. അപ്പം ഇന്ന് ഡ്യൂട്ടി ഉണ്ട് നമുക്ക്. സോ ഡ്യൂട്ടിക്ക് പോകണം. അതിന് പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ റെഡിയായി ജോലിക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ജോലി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ.